കേറണതൊരു അഭ്യാസ. വാ ചേട്ടാ. അപ്പൊ എന്തായാലും ടൂറിസ്റ്റ് ബസ്സൊക്കെ ഇപ്പോൾ കുറച്ച് നല്ല കാലഘട്ടമാണ്. ഇപ്പോൾ അത്യാവശ്യം ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കോമ്പറ്റീഷനൊക്കെ താരതമ്യേന കുറവാണ്. എന്തായാലും ഈ ഒരു വണ്ടി നല്ലൊരു ഒതുക്കുള്ള നല്ലൊരു വണ്ടിയായിട്ട് തോന്നിയിട്ടോ. ഇത് കോളേജ് പിള്ളേരുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും മേ ബി അവരങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നണേ. എന്താ ഞാൻ ഒരു ബസ്സിൻ്റെ കണ്ടപ്പോൾ എന്താ ഇതില്ലേ ഈ ബ്രൗൺ ഷുഗറിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ടൈപ്പിലുള്ള ഒരു ബാക്കിൽ വരുമ്പോൾ പാർത്ഥസാരഥി എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു നെയിമിങ് ഒരു നല്ല രസമായിട്ടുണ്ട് വർക്ക് ചെയ്തേക്കണതാണ്. ഒരു പാനൽ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ആ പാനൽ ബോർഡ് ഇങ്ങനെ കത്തന കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ മുകളിൽ വരികയാണെങ്കിൽ ഇതുപോലുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ബോക്സാണ് ഇരിക്കുന്നത്. ബോക്സിൻ്റെ പുറത്ത് ഇതുപോലുള്ള വർക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. വണ്ടി ബസ്സാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അതിന് മുന്നേ ഞാൻ ഇത്രയും ഒരു 3-4 ദിവസം നമ്മൾ ഒരു കണ്ടൻറ്റുകൾ വന്നിട്ടുള്ളത് എല്ലാം ഒരു ട്രാവൽ വീഡിയോ കണ്ടൻറ്റുകളായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അത് നമ്മുടെ പഴയ കണ്ടൻറ്റിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു റിവ്യൂയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ചെങ്ങന്നൂർ ആറാട്ടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. തൃശ്ശൂർ ആറാട്ടുപുഴ അല്ല കേട്ടോ. ആറാട്ടുപുഴ പൂരം നടക്കണം അവിടെയല്ല. നമ്മളിപ്പോൾ ഉള്ളത് ചെങ്ങന്നൂർ ആറാട്ടുപുഴ അവിടെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ആറന്മുള പാർത്ഥസാരഥി അമ്പലത്തേക്കൊക്കെ പോണ ആ റോഡുണ്ടല്ലോ, അതിൻ്റെ സൈഡിലാണ് പാർത്ഥസാരഥി ട്രാവൽസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരുടെ ഒരു ടൂറിസ്റ്റ് ബസ് സെഡസ്ത്ര മോഡല് അശോക് ലൈലൻ്റെ പുതുപുത്തൻ BS6 വണ്ടി അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലേക്കും സ്വാഗതം. ഈ കാണുന്നതാണ് പാർത്ഥസാരഥി അമ്പലത്തേക്ക് പോകുന്ന റോഡ് കേട്ടോ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമല്ലേ അവിടേക്ക്. അപ്പോൾ അവരുടെ ഷെഡ്, അതായത് പാർത്ഥസാരഥി ട്രാവൽസിൻ്റെ ഷെഡും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഇവർക്ക് കുറേ വണ്ടികൾ വേറെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇന്ന് വീഡിയോ ചെയ്യാൻ പോണ വണ്ടി ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ടിട്ട് ചെയ്താൽ പോരാ, നമുക്ക് പുറത്തേക്ക് എടുക്കണ്ടേ, നല്ല അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ഇവരുടെ കയ്യിൽ ട്രാവലറുകളുണ്ട്, ഉണ്ടല്ലേ. എല്ലാ ടൈപ്പും എല്ലാ മോഡൽ ട്രാവലറും അവരുടെ കയ്യിലുണ്ട് കേട്ടോ. ട്രാവലറുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്ത് വരികയാണെങ്കിൽ നമുക്ക് 17 സീറ്റ് ട്രാവലർ കാണാം, 26 സീറ്റ് ട്രാവലറുണ്ട്. ഒരു ട്രാവലർ ഇപ്പോൾ ഓട്ടം പോയിരിക്കുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വണ്ടി ഇത് VS4 ട്രാവലറാണ്. ഒരു വണ്ടി ഓട്ടവും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഗ്രൂപ്പാണ് ഈ പാർത്ഥസാരഥി ട്രാവൽസ്. അപ്പോൾ ഇവരുടെ ഒരു പുതുപുത്തൻ വണ്ടിയുടെ വിശേഷമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഷെഡിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ഇപ്പുറം നമ്മുടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. ആ കാണുന്നതാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇവൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ സൈഡ് ലുക്ക് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സൈഡൊക്കെ ഇതാണ് വരുന്നത്. നമ്മൾ സൈഡിൽ നിന്ന് സാധാരണ പറഞ്ഞു പോരാറില്ല. എന്തായാലും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് നമ്മുടെ സ്ഥിരമായിട്ട് പ്രകാശ് സെഡസ്ത്ര മോഡലിൽ കാണുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കണം കേട്ടോ. അതായത് അതിൻ്റെ ഒരു കൗളിൻ്റെ ഒരു മാതൃക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലേക്കൊക്കെ എത്തുമ്പോൾ കണ്ടില്ലേ,
നമ്മുടെ ആ വിൻഷീൽഡിൻ്റെ പോർഷൻ കഴിഞ്ഞ് ഈ ഒരു ഭാഗം കവളിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ മുൻകാലങ്ങളൊരു 5-6 പുതിയ ബസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ള പോലെ തന്നെ ഡിസൈനാണ് വരുന്നത്. പ്രകാശ് സെഡ് അസ്ത്ര എന്ന് പറഞ്ഞ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കുറച്ച് ബൾജി ഫീലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വിൻഷീൽഡിൻ്റെ പോർഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത് കേട്ടോ. മുകളിലായിട്ട് പാർത്ഥസാരഥി നമുക്ക് കാണാൻ സാധിക്കും. ആറന്മുള പാർത്ഥസാരഥിയുടെ അതേ പാർത്ഥസാരഥി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ തൊട്ട് താഴെയായിട്ട് തിരുപ്പതി വെങ്കടാചലപതിയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ വോൾവോ മോഡൽ ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു 2 വൈപ്പർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിലത്തെ കാഴ്ചകൾ കേട്ടോ. മുകളിലായിട്ട് 2 കൊമ്പിൻ്റെ ആ ഒരു ഭാഗമുണ്ട്. കൊമ്പിൻ്റെ താഴെയായിട്ടും 2 ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 2 കൊമ്പ്, വിൻഷീൽഡ്, പിന്നെ തൊട്ട് താഴെ വരുമ്പോൾ ബോണറ്റ് ഹുഡിൻ്റെ പോർഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണുന്നത്. ബോണറ്റ് ഹുഡിൻ്റെ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹണി കോം ഗ്രില്ലുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഈ ചെറിയ ഒരു തേനീച്ച കൂടിൻ്റെ ലെവൽ പോലുള്ള ഒരു ഡിസൈൻ, അതാണ് ഹണി കോം ഗ്രില്ല് എന്ന് പറയുന്നത്. താഴെ വരുമ്പോൾ നമുക്ക് ഇവിടെ പ്രകാശിൻ്റെ ഒരു ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു സെഡ് അസ്ത്രയുടെ ഒരു രീതി വെച്ചിട്ട് ഇതിൻ്റെ ഒരു ആ ഹണികോം ഗ്രില്ലിന് താഴെ ഭാഗം കണ്ട സെക്കൻഡ് ലെയറിൽ ഗ്രില്ല് വരണത് ഒരു 3 സ്റ്റെപ്പോട് കൂടിയാണ് ഈ ഗ്രില്ലുകൾ പോന്നിട്ടുള്ളത്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 3 സെക്ഷനായിട്ടാണ് ഇവിടെ അതിൻ്റെ ഡിസൈൻ പോയിട്ടുള്ളത്. കേട്ടോ, ഈ ഡിസൈനിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഹെഡ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇത് റണ്ണിങ് ടൈമിൽ ഇത് കത്തും കേട്ടോ. ഈ ഇത് DRL-ആണിത്. ഇത് നല്ല വൈറ്റ് ലൈറ്റാണ് ഇതിൽ വരിക. നല്ല കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ 3 പോർട്ടറോട് കൂടിയിട്ടുള്ള ഹെഡ് ലാമ്പ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. താഴെ ബമ്പറിൻ്റെ പോർഷനാണ് വരുന്നത്. അതിന് മുകളിലും ഒരു ഫോഗ് ലാമ്പ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇപ്പുറത്ത് വരികയാണെങ്കിൽ മുന്നേ നമ്മളൊരു അഡീഷണൽ ട്രാക്ഷൻ ഒരു ക്രാഷ് ബമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതിപ്പോൾ ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ 2 ട്രാക്ഷൻ ലൈറ്റ് അല്ലെങ്കിൽ LED ലൈറ്റുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് റാഡിസൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു പേര്. അത് ഞാനത് പറയാൻ മറന്നു. പിന്നെ ഓം നമോ നാരായണായ കൊടുത്തിട്ടുണ്ട്. വണ്ടി കുറച്ചൊരു വലിപ്പമുള്ള വണ്ടി പോലെ തോന്നുന്നു അല്ലേ. മുന്നേ നമ്മൾ വീഡിയോ ചെയ്ത വണ്ടികളെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി വലിപ്പമുള്ള സംഭവം എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ ഒരു വണ്ടി കുറച്ചുകൂടി വലിപ്പമുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാർത്ഥസാരഥിയുടെ പുതിയ ലൈലൻഡ് VS6 വൈക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ഫ്രണ്ട് എന്നുള്ളത് എങ്ങനെയുണ്ട് കാണാനൊക്കെ ആയിട്ട് സൈഡിൽ നിന്നല്ലേ. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് പോവാം. ഈ ഒരു ആ സൈഡിൽ വരണേക്കാട് മുന്നേ ഇവിടെ ഒരു ചെറിയൊരു ഹുക്ക് കൊടുത്തേക്കുന്നുണ്ടോ. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ അത്യാവശ്യത്തിന് കാര്യങ്ങൾ ഇതിൽ കാണാനും സാധിക്കും നമുക്ക് ഈ വണ്ടിയിൽ. അതിനെ വേണ്ടോ. ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് പാർത്ഥസാരഥി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ്, എയർ ഡോറ്. പുറത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോറാണിത്. ഇവിടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. നല്ല ചൂടായ കാരണേ വണ്ടിയുടെ ഉള്ളിൽ കുറച്ച് കാറ്റ് കയറിക്കോട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അത് ഓപ്പൺ ആക്കി വെച്ചത്. പിന്നെ നമ്മളിതിന് മുന്നേ നമ്മൾ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടായിരുന്നു ഒരു മുകളിലൊരു ഡിസൈൻ കണ്ട. ആ ഒരു ഡിസൈൻ ഇപ്പോൾ സ്ഥിരം എല്ലാ വണ്ടികൾക്കും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ ഇവിടെ 2 മിറർ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു മിററിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഈ ഒരു ഭാഗത്ത് ആരെയും നടന്നു പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഡ്രൈവർക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ ഒരു മിററിൻ്റെ ഒരു ഗുണം. അങ്ങനെ 2 മിറർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അഡീഷണലായിട്ട്. നമുക്ക് ഈ സൈഡിലേക്ക് തന്നെ പോവാം. ഈ സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് ബാറ്ററി ബോക്സ്, അതുപോലെ തന്നെ ടൂൾസിൻ്റെ ബോക്സ്, സ്പെയർ വീല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ലഗേജ് ബോക്സ് അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വണ്ടി വരുന്നത് നമ്മുടെ ലൈലൻഡ് വൈക്കിംഗ് ചേസിലാണ് കേട്ടോ. അതിൻ്റെ ചേസും കാര്യങ്ങളൊക്കെ വരുന്നത്. ബോഡി ബിൽറ്റ് ചെയ്തിട്ടുള്ളത് പ്രകാശാണ്. പ്രകാശിലെ സെഡ് അസ്ത്ര എന്ന് പറഞ്ഞ മോഡലാണ് ചെയ്തിട്ടുള്ളത്. ഇത് S സീരീസ് CRS ഐജൻ ടെക്നോളജിയിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. 200 HP ആണ് ഇതിൻ്റെ ഹോഴ്സ് പവർ വരുന്നത്. അതുപോലെ ടോർക്ക് വരുന്നത് 700 Nm ടോർക്ക്, 1200-1900 RPM ഇതിൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ക്ലച്ച് എയർ ക്ലച്ചാണ് വരുന്നത്.
അതുപോലെ തന്നെ ബാക്ക് എയർ സസ്പെൻഷനും ഫ്രണ്ട് വേവ്ലെസ് സസ്പെൻഷനുമാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഒക്കെ വരുന്നത് 375 ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. 48 ലിറ്ററാണ് ആഡ്ബോൻ്റെ കപ്പാസിറ്റി ഒക്കെ വരുന്നത്. പിന്നെ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലേ, ഇത് നമ്മുടെ എസിയുടെ കംപ്രസർ അല്ലേ, അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. കാരണം ഇത് അഴിച്ചാൽ മതി, നമുക്ക് എന്തെങ്കിലും പണികളോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഴിച്ചാൽ മതി. ഇതെന്തായാലും സൗകര്യമായില്ലേ. അപ്പോൾ അത് ഒരു പുതിയതായിട്ട് എനിക്ക് തോന്നി. ഇതുവരെ നമ്മൾ മുന്നേ ചെയ്ത വണ്ടികളിൽ നമ്മളത് കണ്ടിട്ടില്ല. പിന്നെ ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ പ്രകാശിൻ്റെ ഒരു ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പാർത്ഥസാരഥി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ബാഡ്ജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പുറത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ച്, ഡോറിന് സ്വിച്ച്, പിന്നെ സൈഡ് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ആർച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് വീലിൻ്റെ ടയറിൻ്റെ സൈസ് 295/80 22.5 സൈസ് വരുന്നത്. ഇത് കണ്ടില്ലേ, ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീൽ ക്യാപ്പാണ്. അത് നന്നായിരിക്കുന്നുണ്ട് കാണാനൊക്കെ ആയിട്ട്. പ്രകാശ് കൊടുക്കണ വീൽ കപ്പിനെക്കാട്ടും നല്ലത് ഇതായിട്ട് എനിക്ക് തോന്നിയപ്പോഴും. അപ്പോൾ ഇതൊക്കെ നമുക്ക് തുറന്ന് കാണിക്കണമെങ്കിൽ അത്രയും സമയം പോകും. മെഷീനിലെ ടയറും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണേ. എയറാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എയറാണ് ബാക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ബാക്കിലേക്ക് തന്നെ പോകാം അല്ലേ. ഈ ഒരു ബാക്ക് സൈഡിൽ വരികയാണെങ്കിൽ നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല പറയാനായിട്ട്, നല്ല ചൂടാണ്. ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ടിപ്പിക്കലായിട്ട് നമ്മൾ പ്രകാശിൽ വരുന്ന അതേ ഒരു സെറ്റപ്പ് തന്നെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു യു ഷേപ്പോട് കൂടി അല്ലെങ്കിൽ വി ഷേപ്പായിട്ടുള്ളൊരു ബാക്ക് പോർഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു സൈഡിൽ വരികയാണെങ്കിൽ ഒരു കോണി നമുക്ക് കാണാൻ സാധിക്കുന്നതിൻ്റെ പകുതി കോണി ഈ ഒരു ഡിക്കിയുടെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ലഗേജ് ബോക്സാണ് ഈ കാണുന്നത്. ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ, ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക. പാക്കേജും കാര്യങ്ങളൊക്കെ സുഖസുന്ദരമായിട്ട് ഇവർ നന്നായിട്ട് പോണതാണ്. അപ്പോൾ ഈ ഒരു നമ്പർ എഴുതിയിരിക്കുക എല്ലാവരും. സൈഡിൽ വരികയാണെങ്കിൽ ഇതുപോലെ പ്രകാശ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു ഗ്രീൻസ് ഡിസൈനേഴ്സ് എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ മറ്റേ ഈ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യുന്നതാവില്ലേ, പ്രകാശിൻ്റെ ഒരു നെയിം അവിടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ടെയിൽ ലാംപ്സുകളാണ് കാണുന്നത് ബാക്കിൽ വരുമ്പോൾ. അതിലെല്ലാം ബ്രേക്ക് ലൈറ്റ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിവേഴ്സ് ലൈറ്റ്, അങ്ങനെയുള്ള ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ലൈറ്റിൻ്റെ പോർഷൻ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ക്രോമിയം ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ലെയർ പോകുന്നുണ്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ബാക്കിൽ സെൻസർ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയാണ് ബാക്കിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കണം കേട്ടോ. ഓവറോൾ കാണാൻ നല്ല അഴകുണ്ട് വണ്ടി. ബാക്കിൽ നിന്നൊക്കെ നല്ല ഒരു സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയാൻ വിട്ടുപോയത് ഒരു ക്യാമറ ബാക്കിൽ കാണാൻ സാധിക്കും. ഈ വണ്ടിക്ക് അഡീഷണൽ ആയിട്ട് കുറേ ക്യാമറ ഇവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ ക്യാമറ അല്ല, കുറച്ച് വില കൂടിയ ക്യാമറകളാണ് ഇവർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് നമ്മളിപ്പോൾ ഇതിൽ ഈ ഒരു ക്യാമറയിൽ എടുത്താൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ നോക്കിയേ, ഇത്രയാണ് ഇതിൻ്റെ ലെങ്ത് ഓവറോൾ വരുന്ന വണ്ടിയുടെ. കളർ കോഡോടുകൂടി വന്നാലും വണ്ടിക്ക് അഴകുണ്ടാവുമെന്ന് ഈ ഒരു വണ്ടി കണ്ടപ്പോൾ മനസ്സിലായി കേട്ടോ. ചില വണ്ടികൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു വൈബ് ഫീൽ തോന്നും. അങ്ങനെയുള്ളൊരു വണ്ടിയാണ് പാർത്ഥസാരഥി. ഇവിടെ വരികയാണെങ്കിൽ എമർജൻസി എക്സിറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എമർജൻസി എക്സിറ്റ്, ഇത് AC ബസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് AC ഓട്ടും, ഇത് ഫിക്സഡ് ക്ലാസ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് AC അല്ലാതെ നോൺ AC ആയിട്ട് ഓടാം, AC ഇട്ടിട്ട് ഓടാം. കർട്ടൻസും കാര്യങ്ങളൊക്കെ ഗ്രീൻ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. മെമ്മറീസ് മെയ്ഡ് ടുഗദർ ലാസ്റ്റ് എ ലൈഫ് ടൈം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിരിക്കുന്നുണ്ട്. പിന്നെ ഓവറായിട്ട് കുറേ കുത്തും ചവിട്ടുകളൊന്നും ചെയ്തിട്ടില്ല. സ്റ്റിക്കർ വർക്കുകളും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ഈ വണ്ടിയുടെ പ്രത്യേകതയായിട്ട് തോന്നുന്നു. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ ഒരു പുറം കാഴ്ചകളുടെ വിശേഷങ്ങൾ. കണ്ടില്ല എങ്ങനെയുണ്ട് പുറത്തുനിന്നൊക്കെ നോക്കുമ്പോൾ. വേറെ ഏതോ ഒരു ടൂറിസ്റ്റ് ബസ് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആറന്മുള പാർത്ഥസാരഥി അമ്പലത്തിൻ്റെ പരിസരമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ തൊഴാനായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഫുഡ് സ്റ്റെപ്പുകൾ 3 കാണാൻ സാധിക്കും. നമ്മൾ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ ബോഡി ലൈറ്റ്സുകൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു
6-7 നമ്മൾ ഈ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് ഈ സൈഡിലത്തെ കാഴ്ചകൾ. പിന്നെ ഡീസൽ ടാങ്കർ 375 ടാങ്കിൻ്റെ കപ്പാസിറ്റി പറഞ്ഞല്ലോ. പിന്നെ ഇത് ആഡ്ബ്ലൂ ആണ്, 46 ആണ് ആഡ്ബ്ലൂവിൻ്റെ കപ്പാസിറ്റി വരണതെന്നും പറഞ്ഞു. 46-48 പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ 48 നമ്മുടെ ആഡ്ബ്ലൂവിൻ്റെ കപ്പാസിറ്റി വരണത്. പിന്നെ ഇത് എയർ ഫിൽറ്ററാണ് ഈ കാണുന്ന ഈ ഒരു ബോക്സ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് അതുപോലെ നമ്മുടെ ഈറ്റ്സിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. എക്സോസ്റ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 100 തവണ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഇരിക്കുന്നത് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ്. ഫ്രണ്ടിൽ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിൽ നിന്നുള്ള വണ്ടിയുടെ ലുക്കും കാഴ്ചകളൊക്കെ, അല്ലെങ്കിൽ സൈഡിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ. കുറച്ചുകൂടി അകലെയെന്ന് ഞാൻ കാട്ടിത്തരാം വണ്ടിയുടെ ഒരു സൈഡ് ആംബിയൻസ് എങ്ങനെയുണ്ട് വണ്ടി. അടിപൊളിയല്ലേ? ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറി നോക്കാം. അപ്പോൾ ഫ്രണ്ട് ഒന്നുകൂടി കാട്ടി തന്നതിന് ശേഷം നമുക്ക് ഉള്ളിൽ കയറാം അല്ലേ. എന്തായാലും വണ്ടി ഒരു അടാറ് വണ്ടി തന്നെ കേട്ടോ, ഒരു രക്ഷയില്ല. സൈഡിൽ നിന്നാണെങ്കിലും ഒക്കെ സൂപ്പറാണ്. കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലത്തൊക്കെ കിടക്കണ വണ്ടി, എന്നാലും അവനെ കാണാൻ കണ്ട ഒരു ചന്തല്ലേ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറാം. ഉള്ളിൽ അങ്ങനെ കയറി, നല്ല ചൂടാട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ശരിക്കും പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ ഐശ്വര്യം ശരിക്കും ഈ വണ്ടിയിലും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ നല്ലൊരു ചന്ദനത്തിൻ്റെ മണവും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കുന്നു. ബാക്കിൽ വരുമ്പോൾ പാർത്ഥസാരഥി എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു നെയിമിങ് ഒരു നല്ല രസമായിട്ടുണ്ട് കേട്ടോ. വർക്ക് ചെയ്തേക്കണ കാണാൻ ഒരു പാനൽ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ആ പാനൽ ബോർഡ് ഇങ്ങനെ കത്തന കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ മുകളിൽ വരികയാണെങ്കിൽ ഇതുപോലുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ബോക്സാണ് ഇരിക്കുന്നത്. ബോക്സിൻ്റെ പുറത്ത് ഇതുപോലുള്ള വർക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നല്ല അഴകായിരിക്കുന്നുണ്ട് കേട്ടോ. അത് തന്നെ നോക്കി നിന്ന് പോകും നമ്മൾ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്കുള്ള ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. എങ്ങനെയുണ്ട്, അതായത് കംപ്ലീറ്റ് ഇങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡിങ് സംഭവങ്ങൾ ഇതാണല്ലോ അല്ലേ. ഇങ്ങനെ ഒരു കറങ്ങണേക്കാട്ടും കൂടുതൽ ഇങ്ങനെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ടൈപ്പ് പാസിംഗ് ലൈറ്റ് അല്ലേ, അതല്ല അതിന് പറയാം. നന്നായിരിക്കും കേട്ടോ സംഭവം. വർക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബെർത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വുഡൻ ഫിനിഷിലാണ് ഈ ഒരു ബെർത്തിൻ്റെ ഒരു ഭാഗം വരുന്നത്. ഇത് AC ബസ്സാണ്. അതിൻ്റെ ചെറിയ ഉണ്ടല്ലേ, ഇത് AC-യുടെ ആ ഒരു ഇതാണ്, ഓപ്പണിംഗ് ആണ്. അതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ക്രോം അല്ലെങ്കിൽ പോലും ക്രോം ഫിനിഷ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിവശമൊക്കെ നോക്കി, ഇങ്ങനെയാണ് ഇതിൻ്റെ അടിവശമൊക്കെ വരുന്നത് കേട്ടോ. അടിവശത്തൊക്കെ വരുമ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ നിന്നിട്ടും ഏതൊരാൾക്കും ഇപ്പോൾ ഈ ബസ്സിലിരിക്കുന്ന ഏതൊരാൾക്കും ചാർജ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം വരില്ല. ഇത് കാരണം എന്താ വെച്ചാൽ ഈ ബെർത്ത് ഫുള്ള് ഇതുപോലെ ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നമുക്ക് ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ, പിന്നെ AC-യുടെ വെൻറ്റ് ഒക്കെ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതൊക്കെ അടച്ച് കിടക്കായിരുന്നു, ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ 2 ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തിട്ടേക്കണ കാരണമാണ്. പിന്നെ ഇതിലൊരു സ്ഥിരമായിട്ട് പ്രകാശിൽ വരുന്ന ആ ഒരു എന്താ പറയുക, നമ്മുടെ സീറ്റിൻ്റെ സംഭവങ്ങൾ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. കൂടുതലായിട്ട് ഇപ്പം നമുക്ക് എടുത്ത് പറയാനൊന്നുമില്ല. സ്ഥിരമായിട്ട് പ്രകാശിൽ എങ്ങനെയാണോ അതിൻ്റെ സീറ്റ് വരിക, ആ സീറ്റിൻ്റെയാണ് പുതിരും കാണുന്നത്. സീറ്റിനെ കുറിച്ച് വലിയതൊന്നും ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ പുറത്ത് ഇതുപോലെ പാർത്ഥസാരഥി എന്ന് പറഞ്ഞിട്ട് അവരുടെ നെയിം നമുക്ക് കാണാൻ സാധിക്കും. ഈ സീറ്റിൻ്റെ കവർ അടിച്ച് ഇട്ടിട്ടില്ല അതിൻ്റെ മുകളിൽ. ഓവറോൾ അടിപൊളിയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഒരു വർക്ക് ഉണ്ട് കേട്ടോ, അതുപോലെ നന്നായിരിക്കുന്നുണ്ട് ഈ ഒരു വർക്കും. ഈ ഒരു വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഒരു വർക്ക് കാണാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ TV, രണ്ടാമത്തെ TV ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ടോട്ടല് 2 TV ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. 2 TVയുടെ ആവശ്യമേ ഉള്ളൂ, 3 ഒന്നും വേണ്ട. പിന്നെ ഇവിടെ ഒരു വർക്ക് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇതൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ, സ്ട്രിപ്പ് ലൈറ്റിൻ്റെ വർക്കുകൾ. ഇതൊക്കെ വുഡൻ ഫിനിഷാണ് കേട്ടോ. വുഡൻ ഫിനിഷിൻ്റെ മുകളിലാണ് ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിച്ചിട്ടുള്ളത്. അതൊക്കെ കാണാനായിട്ട് ഭംഗിയായിരിക്കുന്നുണ്ട്. ഈ ഒരു സൈഡ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വുഡൻ പാനലിംഗ് ആണ്. അതിൻ്റെ മുകളിൽ കളർ ലൈറ്റും പിന്നെ വാം ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഈ പാക്കേജൊക്കെ പോവാച്ച സീറ്റ് നമ്പർ വെച്ച് ഇരിക്കാനും സൗകര്യമാണ്, നന്നായിരിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഫാന് ഓരോ പില്ലറിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. 2, 3, 4, 5 ഫാന് നമുക്ക് 2 സൈഡിൽ പില്ലറിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 10 ഫാന് നമുക്കിതുപോലെ കാണാൻ സാധിക്കും. അപ്പോൾ AC ഇല്ലെങ്കിൽ പോലും ഫാൻ ഇട്ടിട്ടാണെങ്കിലും നമുക്ക് പോവാം. പ്ലാറ്റ്ഫോമിൽ പിന്നെ പുതിയ വണ്ടിയാണ്, അവർ പുതിയ ചവിട്ടി ഇട്ടിട്ടില്ല. റക്സിനും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ഥിരമായിട്ടുള്ള പ്രകാശിൻ്റെ സെറ്റപ്പ് തന്നെയാണ് എനിക്ക് ഇതിലും കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ റക്സിനിൽ ഇപ്പോൾ റെഡിഷും ബ്ലൂയിഷും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നത് നമുക്ക് ഈ റക്സിനൊക്കെ മാറ്റി ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു അന്വേഷിക്കണം. എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നമ്മളത് കണ്ട് ഒരു പുതുമ നഷ്ടപ്പെട്ട പോലെ തോന്നാറുണ്ട് എനിക്ക് പലപ്പോഴും. അപ്പോൾ അത് പ്രകാശം ഒന്നുകൂടിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ ഭാഗം നന്നായിരിക്കുന്നുണ്ട്. ഈ വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെയും സ്പീക്കറൊക്കെ കാണാം. അപ്പോൾ ഇതിൽ ആരാ വർക്ക് ചെയ്തേക്കണേന്നൊക്കെ നമുക്ക് നമുക്ക് ഫ്രണ്ടിൽ പോകുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറയാം കേട്ടോ. ഇത് ആരൊക്കെ ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളത്, ഈ ലൈറ്റിൻ്റെയും സൗണ്ടിൻ്റെയും എന്നൊക്കെ. ഓക്കെ, എന്തായാലും അത്യാവശ്യം നന്നായിരിക്കുന്നുണ്ട് വർക്ക്. വർമാസിൻ്റെ സൗണ്ട് സിസ്റ്റം തോന്നുന്നു കേട്ടോ ഇതൊക്കെ. ഈ ഒരു വർക്കുകൾ വർമാസിൻ്റെ ആയിരിക്കും. എന്തായാലും ചീറിയിട്ടുണ്ട് വർക്ക് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഇങ്ങനെ മിന്നിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇത്രയ്ക്കൊക്കെയാണ് വേണ്ട ഇൻറ്റീരിയർ കാഴ്ചകൾ. എത്ര കണ്ടാലും കാണിച്ചാലും മതിയാവില്ല, അത്രയും സൂപ്പറാണ് ഇൻറ്റീരിയർ. അതായത് അച്ചടക്കത്തോട് കൂടിയുള്ളൊരു ഇൻറ്റീരിയർ. ഒരുപാട് സാധനങ്ങളൊന്നും വലിച്ച് കയറ്റിയിട്ടുമില്ല, എന്നാൽ അത്യാവശ്യത്തിന് ഉണ്ട് താനും. അതാണ് ഇതിൻ്റെ അവസ്ഥ. ഒരു 55 ഇഞ്ചിൻ്റെ ഒരു TV നമുക്കിവിടെ കാണാൻ സാധിക്കും. വലിയൊരു TV അല്ലേ, വലിയൊരു TV അവിടെ കൊടുത്തിട്ടുണ്ട്. ആ TVയുടെ മുകളിലായിട്ട് ഒരു ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഒരു ഡിജിറ്റൽ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു അലാം അവിടെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് അറിയാലോ, ഒരു ഫ്രിഡ്ജ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കൂളറല്ല, എന്താ പറയുക, അത്യാവശ്യം കാര്യങ്ങളൊക്കെ പ്യൂരിഫൈഡ് വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ ഫ്രിഡ്ജ്, ചെറിയ അതായത് നോർമലും കോൾഡൊക്കെ വാട്ടറൊക്കെ കിട്ടുന്ന സെറ്റപ്പോട് കൂടിയുള്ള ഫ്രിഡ്ജ് തന്നെയാണിത്. ഒരു ചെറിയൊരു ഫ്രിഡ്ജ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇപ്പുറത്ത് ചെറിയൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ നമുക്ക് ആൾക്കാർക്കൊക്കെ ഇരിക്കാനും സാധനങ്ങൾ വെക്കാനൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. അതിൽ ഫയർ എക്സ്റ്റിംഗ്വിഷറും ഇരിക്കുന്നുണ്ട് കേട്ടോ, ഫസ്റ്റ് എയ്ഡ് ബോക്സും ഇരിക്കുന്നുണ്ട്. മേ ബി അത് ഊരി വെച്ചതായിരിക്കും കേട്ടോ. എന്തായാലും പുതിയ വണ്ടിയാണ് ഇത്. നമ്മുടെ എയറിൻ്റെ പാസേജുള്ള ആ പുറത്തേക്കുള്ള ഒരു സംഭവം, അങ്ങനത്തെ 2 ഉണ്ട്. ബാക്കിൽ 2 ഉണ്ട്, ബാക്കിൽ വരുന്നുണ്ട്, ഇവിടെയുണ്ട് 2 ഉണ്ട്. ഓവറോൾ അടിപൊളിയാണ് വണ്ടി എന്ന് ഞാൻ എനിക്ക് പറയാനുള്ളത് കേട്ടോ. വണ്ടി രക്ഷയില്ല, നല്ല സെറ്റായിട്ടുണ്ട്. എത്ര കണ്ടാലും നമുക്ക് ഒരു വണ്ടി പ്രാന്തിനെ സംബന്ധിച്ച് അത് മതിയാവില്ലല്ലോ. പിന്നെ ഇവിടെ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്, കണ്ടില്ലേ? ഈ ഒരു ഏരിയയിൽ ഇത്രയും സ്ഥലവും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വെണ്ടർ ഉള്ളിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് വെണ്ടർ ഫ്രണ്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളോടെയും പറയാണ്ട്, എന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. നമ്മളങ്ങനെ വണ്ടറുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിൽ വന്നാൽ നോക്കി എന്താ കാഴ്ച നോക്കി, അടിപൊളി സെറ്റപ്പ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മിക്സർ യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഈ കാണുന്നത് നോക്കി എന്ത് ഭംഗിയാ നോക്കി. ഞാൻ ചില വണ്ടികളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സെക്സിൻ്റെ ഫോട്ടോയും
മറ്റേ വൃത്തികെട്ട ഫോട്ടോസൊക്കെ ആയിട്ടുള്ള ചില വണ്ടികളിലൊക്കെ കോളേജ് പിള്ളേരുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും മേ ബി അവരങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നണേ. എന്താ ഞാൻ ഒരു ബസ്സിൻ്റെ കണ്ടപ്പോൾ എന്താ ഇതില്ലേ ഈ ബ്രൗൺ ഷുഗറിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ടൈപ്പിലുള്ള ഓരോ സാധനങ്ങൾ പോസ്റ്റൊക്കെ കണ്ടു ഞാൻ വണ്ടിയുടെ സൈഡിലൊക്കെ കുടിക്കണേ. അങ്ങനെ സെക്സും ഈ മയക്കുമരുന്നും പ്രോത്സാഹിപ്പിക്കുന്ന പൊട്ടന്മാരായിട്ടുള്ള ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഓണർമാരുടെ അടുത്ത് ശരിക്കും നടുവിരൽ നമസ്കാരമാട്ടാ പറയാനുള്ളത്, വേറെ ഒന്നും പറയാനില്ല. കണ്ട് പഠിക്കുക ഇദ്ദേഹത്തെ, പാർത്ഥസാരഥീനെ, സാക്ഷാൽ പാർത്ഥസാരഥീനെ ഉണ്ടാക്കി വെച്ചേക്കണ് കണ്ട. എന്തൊരു ഭംഗിയാണ്, എന്തൊരു ഐശ്വര്യം നോക്കി, അടിപൊളിയല്ലേ, സൂപ്പർ പറഞ്ഞാൽ സൂപ്പർ, വേറെ ഒരു രക്ഷയില്ല. വർമാസാണ് ഇതിൻ്റെ സെറ്റ് വർക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ വർമാസിൻ്റെ സൈഡിൽ അവർ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, നെയിം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു സെറ്റ് വർക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ, നല്ലൊരു അഴകായിട്ട് തോന്നി, ഒരു രക്ഷയില്ല. പിന്നെ ഒരു ഫാൻ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു നമ്മുടെ സ്വാമി ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിൽ തിരുപ്പതി വെങ്കടാചലപതി തൊട്ട് എല്ലാ ദൈവങ്ങളും അവിടെ മുരുകൻ്റെയും ഗണപതിയും സരസ്വതിയും മഹാലക്ഷ്മിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാൻ്റെ ഭാഗം കഴിഞ്ഞാൽ ഇവിടെയും ഒരു ലൈറ്റിൻ്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്പീക്കറാണ്, ഇതും സ്പീക്കർ തന്നെയാണ്, അതിലും ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് മിറർ കാണാം. പിന്നെ ഇതുപോലെയുള്ള എക്സ്ട്രാ ഫിറ്റിങ്സ് കുറേ നമ്മൾ ഈ വണ്ടിയിൽ കുറേ ഡോളുകളും മാലയും അതുകൊണ്ടൊക്കെ തൂക്കിയിട്ടുണ്ട്. എല്ലാവരും ഐശ്വര്യമായിട്ട് എനിക്ക് തോന്നി. ഇതൊക്കെ നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ, ഇങ്ങനെ കുറേ മുന്തിരിയും അതൊക്കെ തൂക്കി നല്ല, എന്നാൽ വൃത്തികേടായിട്ട് കുറേ സാധനങ്ങൾ വെച്ചിട്ടുമില്ല, അത്യാവശ്യം ഉള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ഗണപതി, പിന്നെ വേളാങ്കണ്ണി അവിടെ പോയവർക്കറിയാം, അവിടെ നിന്ന് കിട്ടുന്നൊരു മാലയാണത്, അത് തൂക്കിയിട്ടുണ്ട്. പിന്നെ ഈ മനുഷ്യനെ അറിയും, നമ്മളെ പുറത്തുനിന്ന് കാട്ടിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു രൂപം അവിടെ വെച്ചിട്ടുണ്ട്, കണ്ണടയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ആള്. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ സ്റ്റീരിംഗ് വീലിൻ്റെ ഭാഗത്ത് ഇരുന്നിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കടക്കേണ്ടി വരും. ഓവറോള് വണ്ടി ഒരു രക്ഷയില്ലാത്ത വണ്ടി തന്നെ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ക്ലസ്റ്ററിലേക്ക് ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്, ക്ലസ്റ്ററിൻ്റെ ഭാഗത്തേക്ക്. അവിടെ നമ്മുടെ ഒരു ഗണപതി ഫോട്ടോ കണ്ടു, പിന്നെ ഒരു മൈക്ക് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 6+1 മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഈ വണ്ടിയുടെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് സ്റ്റീറിംഗ് വീല് വരുന്നത്. സ്റ്റീറിംഗ് വീലൊക്കെ പൊതിഞ്ഞ് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ ബാറ്ററി കട്ട് ഓഫ് സ്വിച്ചും ഈറ്റ്സ് ഇൻഹിബിറ്റ് അങ്ങനെ സ്വിച്ചുകളും കാര്യങ്ങളും ഹസാർഡിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങൾ കാണാം. പിന്നെ എൻജിൻ ബ്രേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം എന്താ ഇവിടെ ഇതാണ് നമ്മുടെ പാർക്കിംഗ് ബ്രേക്ക്. പിന്നെ ക്ലസ്റ്ററിലേക്ക് ഞാൻ ചാവി ഓഫ് ചെയ്തേക്കാണ്. ഇതിൽ ഡിജിറ്റലി അനലോഗ് ആയിട്ട് നമുക്ക് 2 സെക്ഷനിൽ നമുക്ക് RPM, km/h, അതുപോലെ ഫ്യൂവൽ ഏജ് എല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കും കേട്ടോ. എന്തായാലും ഒരു അഡാറ് ഒരു സെറ്റപ്പ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ക്ലസ്റ്റർ ചെയ്തേക്കുന്നത്. ഇത് അഡീഷണൽ ചെയ്തിട്ടുള്ള വർക്ക് കണ്ട്, അത് നല്ല വുഡൻ ഫിനിഷ് കൊടുത്തിട്ട് ഭംഗിയായിരിക്കേണ്ടത്. പിന്നെ ചെറിയൊരു സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള സംഭവം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡാഷൊക്കെ നോക്കിയാൽ കൺസോളൊക്കെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ. പിന്നെ സെറ്റ് വർക്കിൻ്റെ കാര്യം വന്നല്ലോ, വർമാസാണ് ഇതിൻ്റെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കൂടുതൽ നമുക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതുപോലെയാണ് വന്നേക്കണേ. എന്തായാലും വണ്ടി ഒരു അഡാറ് വണ്ടി തന്നെ, ഒരു രക്ഷയില്ലാത്ത വണ്ടി തന്നെ. സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. AC യൂണിറ്റിൻ്റെ ആ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സ്വിച്ചുകൾ പല സ്വിച്ചുകളുണ്ട്, ഓരോന്നോരോന്നെടുത്ത് ഞാൻ പറയുന്നില്ല. മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കുറേ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ അതിലേക്ക് കിടക്കണില്ല. പിന്നെ ഇവിടെ വരെ ചാർജിങ് പോർട്ടിൽ കൊടുത്തിട്ടുണ്ടോ. പിന്നെ ഇത് എത്രയ്ക്കുള്ളൂ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് പറയാനായിട്ട്. പിന്നെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ പോർട്ടിലൊക്കെ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ, നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക, അതിനുശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ BS6 ലൈലൻഡ് ബൈക്കിംഗ് ഒന്ന് ഓടിച്ച് നോക്കാം. ഇത് നമ്മുടെ ചെങ്ങന്നൂർ പോണ റോഡാണ്, നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, കയറട്ടെ. കയറണതൊരു അഭ്യാസമാണ്. വാ ചേട്ടാ. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. അപ്പോൾ നമ്മളങ്ങനെ എടുക്കാൻ പോവാണ് കേട്ടോ. ആഹാ, അപ്പോൾ നമ്മുടെ ഓണർ ചേട്ടൻ തന്നെ കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തു തരണം. ഞാൻ ആളിനെ ഉൾക്കൊള്ളിക്കാൻ നോക്കിയതാണ്, അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത കാരണമാണ്
ആള് നല്ല ഫുൾ നമുക്ക് സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പാർത്ഥസാരഥി വണ്ടീനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇടാം. ആ ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം അതിലിടുന്നുണ്ട്. അപ്പോൾ വിളിക്കുക. വണ്ടി ഇങ്ങനെ പഴം പോലെ ഇങ്ങനെ ഇപ്പോൾ കുറച്ച് ഈ നമ്മൾ ഹെവി അന്ന് നമ്മുടെ മിസ്റ്റർ ഹോളീസ് എടുത്തത്, അതിന് ശേഷം തന്നെ ഇപ്പോഴാണ് ഈ വണ്ടി ഓടിക്കണേ. നമ്മൾ ആറന്മുള അമ്പലത്ത് പോണ വഴിക്ക് ഞാൻ കാണിച്ചു തരാം. ആറന്മുള അമ്പലത്തിൻ്റെ പരിസരത്ത് തന്നെയാണ് ഈ സ്ഥലം വരുന്നത്. ആഹാ, റൈറ്റ് ആണല്ലേ? ഇതല്ലേ? ഇതേ എടുത്താ പോരെ? നമ്മുടെ ബൈക്കില് വീഡിയോ എടുത്ത ബ്രദറാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഒന്നും പറയല്ലേ, നമ്മുടെ VS6 വണ്ടി പൊളിയാണ്. നമ്മൾ ലെഫ്റ്റ് അല്ലേ? ഈ സാധനം മറ്റേ സ്റ്റിയറിംഗ് വീലൊക്കെ കവർ ചെയ്ത കാരണം നല്ല സുഖമുണ്ട് ഓടിക്കാനൊക്കെ. ഇത് VS6 വണ്ടികൾ നമ്മൾ കുറേ ഓടിച്ചിട്ടുണ്ട്. പല വണ്ടികൾ ഓടിക്കുമ്പോൾ പലൊരു ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ എല്ലാം ഒന്ന് തന്നെ. ഇതല്ല ഐലൻഡ് നല്ല വേറൊരു മജ തന്നെ. ഇതുപോലത്തെ പൊട്ടന്മാരാണ് നമ്മുടെ ശാപം. മൂട് വെച്ച് തരികയാണ് നമുക്ക്. അവരവിടെ പോയിട്ട് വായു ഗുളിക മേടിക്കാനുള്ള പോലെയുണ്ട് കാറുകാരൻ്റെ പോക്കുകൾ. ഒരിക്കലെങ്കിലും ഹെവി ഓടിക്കുമ്പോഴും മനസ്സിലാവുന്നതിന് ബുദ്ധിമുട്ട്. റോഡ് ചെറിയ റോഡാണ്. അയ്യോ, സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞു ഞാൻ. കുഴപ്പമില്ല അല്ലേ? സാധാരണ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാണ് പോകാറുള്ളത്. ഇന്ന് മറന്നു പോയതാണ്. നമ്മുടെ ശരിക്കും സ്ഥലം വരുന്നത് കറക്റ്റ് സ്പോട്ട് എന്താ? സ്ഥലത്തിന്റെ പേര് പറയാം. ആറന്മുള തന്നെയാണല്ലേ? ചെങ്ങന്നൂരാണ് ശരിക്കും ഇതിന് ഓണറുടെ വീട് വരുന്നത്. നമ്മുടെ ആറാട്ടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടർ ഷെഡും കാര്യങ്ങളൊക്കെ വരണേ. അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ ഇടാം. നിങ്ങൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുക്കുക നല്ലപോലെ. നമ്മള് നല്ലൊരു പാലത്തിന്റെ ഷോട്ട് കാണിച്ചു തരണം. നല്ല ഭംഗിയുണ്ട് ഈ പാലം. കോഴിപ്പാലല്ലേ? നമ്മള് റൈറ്റിക്കല്ലേ? നീ റൈറ്റ് അല്ലേ? അതെ അല്ലേ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ടൂറിസ്റ്റ് ബസ്സൊക്കെ ഇപ്പോൾ കുറച്ച് നല്ല കാലഘട്ടമാണ്. ഇപ്പോൾ അത്യാവശ്യം ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കോമ്പറ്റീഷനൊക്കെ താരതമ്യേന കുറവാണ്. എന്തായാലും ഈ ഒരു വണ്ടി നല്ലൊരു ഒതുക്കുള്ള നല്ലൊരു വണ്ടിയായിട്ട് തോന്നിയിട്ടോ. നല്ലൊരു ഓടിക്കാനും നല്ല മജ. മൊബൈൽ അടിക്കണ്ടല്ലോ ആരുടെ? ആ, അത്യാവശ്യക്കാരാണ് തോന്നുന്നു. ഭയങ്കര അടി. കാലോട് നോക്കാം.
പതി വന്നപ്പോഴേക്കും ഷെയ്ക്ക് കുറെയൊക്കെ സ്റ്റെബിലൈസേഷൻ മോഡിൽ കിട്ടുന്നുണ്ട് ഈ ക്യാമറയില്, ഈ ഗോപ്രോന്റെ ക്യാമറയെ കാരണം കുറെയൊക്കെ നല്ല ക്ലിയറിൽ കിട്ടും. കുറെയൊക്കെ ചെറിയ വിറയൊക്കെ വരുന്നു മാത്രം. എന്നാലും അധികം വിറകൾ കുഴപ്പമില്ല. ഇപ്പൊ ഗോപ്രോ ഒന്നും യൂസ് ചെയ്യില്ല. ഇപ്പൊ എല്ലാരും ഫോണ്, ആപ്പിളിന്റെ ഫോണൊക്കെയാണ് എടുക്കുന്നത്. എടുക്കാനും സൗകര്യം അതാണല്ലോ. കുറെ നിലമ്പതികളുണ്ട് ഇവിടെ. എന്തെല്ലാം അത് കാട്ടി കൊടുക്കുകയാണല്ലേ. ഈ സാധനങ്ങളിലൊക്കെ പോയി നമ്മൾ ചാടിക്കാതെ ഓടിക്കണം. നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. അപ്പൊ ലൈലൻഡിനെ കുറിച്ചിട്ട് ഒന്നും പറയാം. ലൈലൻഡ് ഫാൻസ് ആണല്ലോ ഒരുപാട് ഇപ്പോൾ ഉള്ളത്. ശരിക്കും ലൈലൻഡിനോട് ഒരു പ്രണയം ഇല്ലാതിരിക്കില്ല എല്ലാവർക്കും. കാരണം എന്താ വെച്ചാൽ ലൈലൻഡിന്റെ ആ ഒരു സുഖം വേറൊരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടില്ല എന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയതല്ലോ. ഐഷറാണെങ്കിലും ടാറ്റ ആണെങ്കിലും ഈവൻ ഭാരത് ബെൻസ് ആണെങ്കിൽ പോലും ഇത് ഒരു പ്രത്യേക ഒരു മജയാണ് എനിക്ക് തോന്നിയത്. ഇത് നേരെ പോണ പത്തനംതിട്ട റൂട്ടാണല്ലേ? അങ്ങോട്ട് പോകുന്നത് പത്തനംതിട്ട, ഇത് ചെങ്ങന്നൂര്. എന്തായാലും വണ്ടി മച്ച ഒന്നും പറയാനില്ല. നമുക്കിങ്ങനെ വണ്ടികളിങ്ങനെ എടുത്ത് ഓടിക്കുമ്പോൾ നമുക്കിതുപോലെ എടുത്തിട്ട് ഇറക്കിയാലും തോന്നിട്ടോ പലപ്പോഴും. മുകളിൽ ഈ ഒരു സാധനം ഇങ്ങോട്ട് വരുമ്പോൾ ഒക്കെ അതിൻ്റെ തട്ടനെ കണ്ടു. ഈ ബസ്സുകളൊക്കെ ഓടിക്കുമ്പോൾ പ്രത്യേക ഒരു ശ്രദ്ധ വേണം. ഹൈറ്റ് നോക്കണം നമ്മൾ. ഈ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇതുപോലെ അങ്ങോട്ട് നോക്കുമ്പോൾ വേണ്ട കൊമ്പും ചില്ലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ കാർ ഓടിക്കണ പോലെ അങ്ങോട്ട് എടുത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഇങ്ങനത്തെ വലിയ വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ. നല്ല സ്മൂത്ത് വർക്കിംഗ് ആ വണ്ടിയുടെ. ലൈലൻഡിന്റെ ആ സൗണ്ട് ശരിക്കും ഒരു പാട്ടും വേണ്ട, ഒന്നും വേണ്ട. ഈ സൗണ്ട് കേട്ട് മാത്രം നമുക്ക് വണ്ടി ഓടിക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നല്ല ഈ വേനൽക്കാലം നല്ല ചൂട് വേർത്തൊലിച്ചിരിക്കുന്നുണ്ടല്ലേ. നമ്മളെന്നാലും കഷ്ടപ്പെട്ട് ഓരോ വീഡിയോ എടുക്കുന്നത് യൂട്യൂബിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടിയിട്ടൊന്നുമല്ല. നമ്മൾ ഈ വണ്ടി ഭ്രാന്ത് കാരണം ആണ് നമ്മളിങ്ങനെ ഇത്ര ദൂരം വരെ വന്നിട്ട് ഈ വണ്ടികളിലൊക്കെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് നിങ്ങൾ തരണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ പാർസാരഥി ബസ്സിനെയും സപ്പോർട്ട് ചെയ്യാം. പുതിയ ജേഴ്സ്. അപ്പോൾ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടും. ചേട്ടൻ്റെ പേര് എന്താണ് പറയാറുള്ളത്, വിളിക്കാറുള്ളത്? രജിത്ത്. അപ്പോൾ ചേട്ടൻ നമ്പറൊക്കെ ഇടാൻ ഞാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. സിക്സ് 6ാമത്തെ ഗിയറോടെയും നമുക്കൊന്ന് ഇട്ട് നോക്കാം. പക്ഷെ ഇവിടെ ഇടാനുള്ളൊരു ഗ്യാപ്പില്ല. അതാ അപ്പോഴേക്കും ഈ നിലമ്പതി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അതായി പ്രശ്നം. ഓക്കെ, അന്നേരം വേണ്ട. അതാണ് പ്രശ്നം. ഇങ്ങനെ നിലമ്പതികൾ ഇങ്ങനെ വരും. അപ്പൊ നമുക്കത് ഡൗൺ ചെയ്ത് പതുക്കെ പോകേണ്ടി വരും. അതാണ് പ്രശ്നം. നമ്മുടെ സ്ഥലം ഏകദേശം ആവാറായിട്ടുണ്ടല്ലേ? അപ്പൊ ശരി, ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.